ഇന്നലെ രാത്രി ഉറങ്ങിയില്ലേ? ഉറങ്ങി. എന്നെ ഇന്നലെ വിളിക്കാൻ നോക്കിയിരുന്നോ? ഞാൻ ഇന്നലെ നന്നായി കിടന്നുറങ്ങി. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. വല്ലാത്ത തലവേദന. ഞാൻ കിടക്കട്ടെ. രാത്രി മില മില എന്ന് വിളിച്ചതിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരുന്നോ? എടി പെണ്ണേ, നിനക്കൊരു വിചാരമുണ്ട് ഞാനങ്ങ് മുട്ടി നടക്കുക. അങ്ങനല്ല. സോറി. എന്തു പറ്റി? ഈ ദിവസങ്ങൾ നിന്റെ കൂടെ നടന്നപ്പോൾ എപ്പോഴൊക്കെ ഒരു ഇഷ്ടം തോന്നാൻ തുടങ്ങി. ഞാനൊരു കാര്യം പറയട്ടെ. ഫീലിങ്സ് ഇല്ലാതെ, ഇമോഷൻസ് ഇല്ലാതെ, ഫിസിക്കൽ ഇൻറ്റിമസി മാത്രമായിട്ട് എനിക്കങ്ങനെ പറ്റില്ല. അതെനിക്കും വേണമെന്നില്ല. ഞാനിത് വെറുതെ പറയാറ്. എനിക്ക് പ്രശ്നമില്ല. എനിക്ക് പ്രശ്നമുണ്ട്. എനിക്ക് പ്രശ്നമുണ്ട്. എന്താ? എനിക്ക് ഫീലിങ്സ് ഉണ്ടെങ്കിലും ഒന്നും വേണ്ടായിരുന്നു തോന്നുന്നുണ്ടോ? ഏയ്, എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? നമുക്കത് നിർത്തിയാലോ? ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ പ്രയോറിറ്റി. എനിക്കൊരു ആർട്ടിസ്റ്റ് ആവണം. പേരില്ലാത്ത, അർത്ഥമില്ലാത്ത ഇങ്ങനൊരു റിലേഷൻ എനിക്ക് എപ്പോഴും ഒരു ഡിസ്ട്രാക്ഷൻ ആയിരിക്കും. പഴക്കിട്ട് പിരിയുന്നതിൽ എത്രയോ നല്ലതാ സന്തോഷത്തോടെ കൈ കൊടുത്ത് പിരിയുന്നത് അല്ലേ? എന്നെ മറക്കോ? ഓർക്കാതിരിക്കാൻ ശ്രമിക്കും. ഓക്കെ, പോവാം. പോവാം. ചേട്ടാ എത്ര ഏട്ടാ? വേണ്ട, ഞാൻ വിളിക്കാം. എത്ര കേട്ടോ? 45. ഇട്ടിട്ടുണ്ടേ. പൈസ ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പൈസ ഇറക്കാൻ അറിയാല്ലേടി കള്ളി. ജിതിൻ, ജിതിൻ, എന്തോന്നും മിണ്ടാത്ത? വണ്ടി ഓടിക്കല്ലേ? ഓ ശരി ശരി. എന്തേ? ഏയ് ഒന്നും അല്ല അല്ല, ഞാൻ കരുതി രാവിലെ ഞാൻ എല്ലാം നിർത്താന്ന് പറഞ്ഞോണ്ടാണ്. എടി മോളെ, അത് നിനക്കെന്നെ ശരിക്കും അറിയാത്തോണ്ടാണ്. ഒരു മിലൻ പോയാലേ ജാൻവി വരും, ജാൻവി കപൂർ. അത്രേ ഉള്ളൂടി എനിക്ക്. ആ അതെനിക്ക് തന്നെ കണ്ടപ്പോഴേ മനസ്സിലായി നീ ഒരു കാട്ട് കൂടി വന്നു. കോഴി നിന്നിട്ട് തന്ത തലക്കടിക്കാടി പന്നി. എന്താ പറ്റി?
എൻ്റെ തെറ്റാടി. വഴിയെ പോലെ വിളിച്ച് റിസോർട്ടിൽ കൊണ്ടുപോയാലേ ഇങ്ങനെ ഇരിക്കും. ആ വഴിയെ പോയി എന്നെ കെഞ്ചി കെഞ്ചി വിളിച്ചോണ്ട് ഇത് ആരുടെ മരപ്പെട്ടി ഡിഡി കൊണപ്പിച്ചോടെ വന്നോണ്ടല്ലോ മുക്കടിച്ചാൽ മുളിക്കും. ഇടിക്കടാ നീ ഇടിക്കടാ. നോ ഫിസ്റ്റ് ഫൈറ്റ്സ് വിത്ത് ഗേൾസ്. നാക്കോണ്ടാവാം ബാക്കി. ആ പാണ പറയട്ടെ. ആ പാണ ഞാൻ. നീ കാര്യം മോളെ. അയ്യോ ഞാൻ കരഞ്ഞോട്ടെ, നീ അങ്ങോട്ട് പാണോ. പറയട്ടെ. ആ പാണ. ഡി 10 പൈസ ഇല്ലാന്ന് പറഞ്ഞ വണ്ടി കയറി നിന്നെ 2 ദിവസം നിന്റെ ഒടുക്കത്തെ തീറ്റയ്ക്ക് ആരടി പൈസ കൊടുത്തേ? ഞാൻ. ഈ വണ്ടിയിലെ ചന്ത കയറ്റി വെച്ചിട്ട് പോകൂ സീസേ എന്ന് പറഞ്ഞ വണ്ടി പോവില്ല. 107 റുപ്പീസ് പെർ ലിറ്റർ ആര് കൊടുത്തു? ഞാൻ. ഡി കഴിഞ്ഞിട്ടില്ല. പൈസ ഇല്ലെന്ന് പറഞ്ഞിട്ടേ ഇന്ന് രാവിലെ നിന്റെ അടുത്ത് എവിടുന്ന് പൈസ വന്നു? നിന്നെ തന്ന മണിയോട് അയച്ചോ? തൊന്തയ്ക്ക് വിളിക്കുന്നതിൻ്റെ അടുത്ത് കുറെ നേരം പറയണേ. സോറി, ഒന്നും നിന്റെ തെറ്റല്ല, ഇത് പാരമ്പര്യ. നീ കള്ളിയാണെങ്കിലേ നിന്നെ തന്ന പെരികളറാ. തൊന്തയ്ക്ക് വിളിക്കില്ല നിന്നോട് ഞാൻ പറഞ്ഞ. ഹായ്, ഐ എം കലിപ്പൻ ലുട്ടു. വണ്ടി എടുക്കടാ. എന്താ തിരിച്ചെല്ലാം എന്താണോ? തിരിച്ചു ചെല്ലാനായിരുന്നെങ്കിലേ എനിക്ക് അവിടെ വെച്ചാവായിരുന്നു. പിന്നെ എന്താണ് ഭാഗമന ഉദ്ദേശം? കോംപ്രമൈസ്. എന്ത് കോംപ്രമൈസ്? എടി ഞാൻ നിന്നോട് ക്ഷമിക്കാൻ തയ്യാറാണെന്ന്. ഓഹോ, അറിഞ്ഞതിൽ വളരെ സന്തോഷം. ഒന്ന് പോടാ പറഞ്ഞു. മില വെയിറ്റ്. എന്താ? തെറ്റ് പറ്റിപ്പോയി, ക്ഷമിക്കണം. അതെ തെറ്റാണ്, പക്ഷെ ക്ഷമിക്കാൻ തയ്യാറില്ല. അത് മാത്രം നീ എൻ്റെ അടുത്ത് പ്രതീക്ഷിക്കണം. മില വാശി കാണിച്ചു, പക്ഷെ തോക്കാനാവരുത്. നീ മിണ്ടും, നിന്നെ കൊണ്ട് ഞാൻ മിണ്ടിപ്പിക്കും. എന്നാ മിണ്ടിക്കടാ, മിണ്ടിക്കടാ, നീ മിണ്ടിക്കടാ. വെയിറ്റ് വെയിറ്റ് വെയിറ്റ്. കുറച്ച് ചീപ്പാണ്. ഇവിടെ ഓൾവേസ് വർക്ക്സ്. ഹെഡ് ഓർ ടൈൽസ്? എന്ത് തേങ്ങയ്ക്ക്? പറ, ഹെഡ് ഓർ ടൈൽസ്? നീ മര്യാദയ്ക്ക് പൊക്കോൻ്റെ മുമ്പ് ടൈൽസ്. എന്നോട് ക്ഷമിക്കണമില്ല. ഐ എം സോറി, റിയലി സോറി. എനിക്ക് ജാൻവിയും വേണ്ട, ജൂഹിയും വേണ്ട, എനിക്ക് മില്ലനെ മതിയുമില്ല. എനിക്ക് മനസ്സിലായി. ഞാനൊരു കാര്യം പറയട്ടെ, ഞാനൊരു പാപിയാണ്. ഞാൻ നിന്റെ അച്ഛൻ ആ മഹാത്മാവിനെ എന്തൊക്കെയാ പറഞ്ഞു? എടാ എടാ ഒന്ന് എണീക്കടാ, നാട്ടുകാരി കൊണ്ടടാ. ഇല്ല, ക്ഷമിച്ചൊന്ന് പറ. അയ്യോ ഞാൻ ക്ഷമിച്ചു, എണീക്ക്. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ചീപ്പാണ്. ഇവിടെ ഓൾവേസ് വർക്ക്സ്. കുഴിമന്തി കഴിക്കാൻ പോയാലോ? ഓ വേണ്ട, എന്താ? എൻ്റെ കയ്യിൽ കാശില്ല. ഇനി അങ്ങനെ പറയില്ല കേട്ടോ, എനിക്ക് ഹേർട്ടാവും. നമ്മൾ തമ്മിൽ ഇനി പൈസ കണക്കില്ല. എന്തായാലും ഇനി തൊട്ട് പൈസ കണക്ക് വേണം. വേണേ മതി കേട്ടോ. ഒരു ഹാഫ് കുഴിമന്തി വാങ്ങിച്ചിട്ട് മയണച്ചോർത്ത് അടിക്കാൻ പോവാ. ആ പിന്നെ ചിക്കു ഷേക്ക്, ഷാർജ ഷേക്ക്, മാംഗോ ഷേക്ക്. ഈ കുഴിമന്തി എങ്ങനെ കഴിക്കണമെന്ന് അറിയാവോ? അതിൽ പച്ച ചട്നി, ആ തക്കാളി ചട്നി, ആ മയണസ് അതൊക്കെ ചേർത്തിട്ട് ആ ചിക്കൻ്റെ പീസ് എടുത്തിട്ട് കുഴച്ച് 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 കഴിച്ചാട്ടല്ലോ. സോറി, എനിക്ക് വേണ്ടിയിട്ടൊന്നല്ല, വിളിച്ചോണ്ട് നമ്മൾ കൂടെ വരണമെന്നുള്ളൂ. താങ്ക്സ് മില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നീ വലിയ ആർട്ടിസ്റ്റ് ആയി കഴിഞ്ഞാൽ എന്നെ മറന്നു പോവോ? ഓർക്കാതിരിക്കാൻ ശ്രമിക്കും. മില്ല, അപ്പോൾ നമ്മളതിൻ്റെ ഫ്രണ്ട്സ് ആണോ അതോ ബിയോണ്ട് ഫ്രണ്ട്സ് ആണോ? എന്ത് തേങ്ങയാണെങ്കിലും ഓൺലി ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് അല്ല, പിന്നെ ഫ്രണ്ട്സ് വിത്ത് റെസ്പെക്ട്. ഓക്കെ ഓക്കെ മില്ല. നീ ഉറങ്ങിയോ?